നമ്മൾ ഇനി പോകുന്നത് കേരളത്തിന്റെ വടക്കേ അറ്റത്തേക്കാണ്. കാസർഗോഡ് പ്രദീപ് നാരായണനുണ്ട്. പ്രദീപ്, വെരി ഗുഡ് മോർണിംഗ്. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ തരാനുള്ള വാർത്തകൾ. കൊട്ടിക്കലാശം എങ്ങനെയായിരിക്കും? സ്ഥാനാർത്ഥികളുടെ ഒരു ലാസ്റ്റ് ലാപ്പ് ഓട്ടപ്പാച്ചിൽ. ഗോകുൽ, കൃഷ്ണ, വെരി ഗുഡ് മോർണിംഗ്. കാസർഗോഡ് ജില്ലയിൽ 5 മണ്ഡലങ്ങളാണുള്ളത്. വടക്കേ അറ്റത്ത് മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂർ വരെ നോക്കുകയാണെങ്കിൽ 2 മണ്ഡലങ്ങളാണ് ഒരു സ്റ്റാർ മണ്ഡലം എന്ന ഒരു പരിവേഷം ഇതിനകം കൈകൊണ്ടിട്ടുള്ളത്. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം, അതുപോലെ തന്നെ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരുടെ സ്ഥാനാർത്ഥിത്വം, ഈ 2 സ്ഥാനാർത്ഥികൾ രംഗപ്രവേശം ചെയ്തതോടുകൂടിയാണ് ഈ 2 മണ്ഡലങ്ങൾക്ക് ഒരു താര പരിവേഷം വന്നത്. 5 മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടം നടക്കുന്നു. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കാസർഗോഡ് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ LDF ഇറക്കി എന്നതാണ്. അതോടുകൂടി കാസർഗോഡ് മണ്ഡലത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പോരാട്ടത്തിനാണ് അരങ്ങൊരുക്കിയിരിക്കുന്നത്. കാസർഗോഡ്, മഞ്ചേശ്വരം, ഉദുമ മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ പോരിന് ആണ് ഇത്തവണ വഴിതെളിഞ്ഞിട്ടുള്ളത്. തൃക്കരിപ്പൂരിൽ LDFും UDFും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം. കാഞ്ഞങ്ങാടും സമാന സ്ഥിതിയാണ്. എല്ലായിടത്തും വികസന പ്രശ്നങ്ങൾ, അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് കാസർഗോഡ് പ്രത്യേകത എന്ന് പറയുന്നത് മലയോരം മുതൽ തീരപ്രദേശം വരെ നീണ്ടുകിടക്കുന്ന രീതിയിലാണ് മണ്ഡലങ്ങളുടെ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മലയോര മേഖല കർണാടക വനവുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ വന്യമൃഗ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വോട്ടർമാർ ചർച്ച ചെയ്യുന്നത്. തീരമേഖലയിൽ കടലേറ്റ പ്രശ്നം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ ജില്ലയിലാകെ നോക്കുകയാണെങ്കിൽ ജനങ്ങൾ സക്രിയമായി ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടുന്നു എന്ന ഒരു കാര്യമാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ ഓട്ടങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം നമ്മൾ 5 മണ്ഡലങ്ങളിലും നമ്മുടെ ആങ്കർമാർ ഉൾപ്പെടെ സഞ്ചരിച്ചപ്പോൾ അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരങ്ങൾ അങ്ങനെയാണ്. ജില്ലയിൽ 11 ലക്ഷത്തോളം വോട്ടർമാരാണ് ഇത്തവണ ജനവിധി രേഖപ്പെടുത്താൻ പോവുക. ഓരോ മണ്ഡലങ്ങളിലും 10,000 മുതൽ 20,000 വരെ വോട്ടുകൾ ഈ SIRന്റെ ഭാഗമായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത്രത്തോളം വോട്ടുകൾ വെട്ടിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ എത്രമാത്രം വോട്ട് ചെയ്യാനെത്തുന്നത് നിർണായകമാണ്. അതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, കാസർഗോഡ്, മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പ്രവാസി വോട്ടർമാർ കൂടുതലായുണ്ട്. നമുക്കറിയാം, ഗൾഫ് നാട്ടിലേക്ക് വരാനുള്ള ഒരു പ്രയാസമുണ്ട്. വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എത്രമാത്രം പ്രവാസികൾ എത്തി വോട്ട് ചെയ്യുമെന്നത് കൂടി ആശ്രയിച്ചിരിക്കും ഇവിടുത്തെ ഫലങ്ങൾ എന്നാണ് നാം ഏതായാലും കേരളം ഉറ്റുനോക്കുന്ന ചില മണ്ഡലങ്ങൾ അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് മഞ്ചേശ്വരത്ത് ഇത്തവണ BJP അക്കൗണ്ട് തുറക്കുമോ, അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ കുറെ വർഷങ്ങളായി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നതാണ്. ഇത്തവണ അവിടെ പിടിച്ചെടുക്കുമെന്ന് ആത്മവിശ്വാസം പറയുന്നുണ്ട്. എന്താകും വിധി എന്നത് കാത്തിരിക്കാം. ഏതായാലും വലിയ വചനാതീതമാണ്. മാത്രവുമല്ല, ഇന്നും നാളെയും ഒക്കെ വരാൻ പോകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നിഷ്പക്ഷരായ വോട്ടേഴ്സ് അവസാന നിമിഷത്തെ അറ്റം ബോംബുകൾ എന്താണ്, അല്ലെങ്കിൽ പുതിയ വിവാദങ്ങൾ എന്തെങ്കിലും വരുമോ, വലിയ വെളിപ്പെടുത്തൽ ഉണ്ടാകുമോ എന്നതൊക്കെ സസ്പെൻസായി നിൽക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.